അമ്മേ ഇവൻ പറയുന്നൊന്നും കേൾക്കണ്ട. അമ്മയ്ക്ക് 2 കാലല്ലേ ഉള്ളൂ. അമ്മയുടെ ഇഷ്ടമുള്ള കാലം വെച്ച് കയറും. മെല്ലെ ഇനി ഒരിക്കലും തിരിച്ചു പോവില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ഭൂമി കുലുക്കാതെ വന്നാട്ടെ. അമ്മ നടന്നാട്ടെ. എന്തെങ്കിലും പറ അച്ഛ. അത് മുങ്ങിയ നീ വന്നല്ലോ, എനിക്ക് സമാധാനായി. എന്തെങ്കിലും പറ. ഇവനത് ഭ്രാന്തൊക്കെ കാണിക്കുന്നു. അങ്ങനെ പറഞ്ഞാലെന്താ? അപ്പൊ രവേട്ടൻ എന്നോട് മിണ്ടില്ല അല്ലേ? നീ വന്നല്ലോ, എനിക്ക് സമാധാനായി. എന്താ പറയേ? അയ്യേ ഇത് കൊള്ളില്ല. ഇങ്ങ് വന്നേ, അമ്മ ഇങ്ങ് വന്നേ. ആ ബാഗ് പോയി വിട് വിടണ. സച്ചി നീ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്? അമ്മ ആകെ ടയർഡാ. നീ മിണ്ടായിരാ. അതിനൊരു കാര്യം കാണിച്ചാ. എന്താണ് ഒന്ന് വന്നേ. നീ പറയാൻ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തൊരു നാണോ ഇത്? എന്തൊക്കെ കാണിക്കുന്നത്? സച്ചേട്ടാ ഞാനിതോളാം. ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്ത് പറയാനാണ്? എന്തെങ്കിലും പറഞ്ഞു. ആഴ്ചക്ക് 40 വട്ടം എന്റെ വീട് എന്ന് പറയാനുള്ളതല്ലേ? പിന്നെന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി? ഞാൻ വന്ന് വിളിച്ചിട്ട് പോലും അമ്മ വന്നില്ല. അമ്മ കൂടെ ഇല്ലാത്തോണ്ട് എനിക്ക് എന്ത് ടെൻഷൻ ആയിരുന്നു അറിയോ? എനിക്ക് രാത്രി നേരെ ഉറങ്ങാൻ പോലും സാധിച്ചില്ല. അമ്മേ തൊണ്ടേന്ന് ഭക്ഷണം പോലും ഇറങ്ങുന്നില്ലായിരുന്നു. അമ്മയ്ക്ക് അതറിയോ? അമ്മ ഇവിടുന്ന് പോയ ശേഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് നേരെ മണ്ണം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അതന്നെ, അവൻ ഇവിടെ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷേ ദിവസം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആന്റി ആകെ ഉടഞ്ഞു പോയല്ലോ. ശരിയാ, അമ്മയുടെ തടി കുറച്ച് കുറഞ്ഞു. അതെ, രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചേ വേറെ ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാതായി. അതുകൊണ്ട് അമ്മ ക്ഷീണിച്ചേ. 2 ദിവസം ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ ഞാനും വരും. അതാ രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ മഹിമ. ഓ പിന്നെ ഇവൻ പറയുന്ന കേട്ട തോന്നി ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന്. അച്ഛാ ഇനി ഇതുപോലെ ഇറങ്ങി പോരെന്ന് അമ്മയോട് പറ. രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അവളെ എന്നെയും 3 നേരം വഴക്കും പറഞ്ഞ് ഇവിടെ സമാധാനത്തോടെ കഴിഞ്ഞോളാം പറ. അവിടെ നിനക്ക് വഴക്കൊക്കെ പറയാൻ ആളില്ല എന്നിട്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെ, അമ്മയുടെ വഴക്കിടാത്തോണ്ട് എനിക്കും രേവതിക്ക് എന്തോ പോലെയാ. ഇപ്പൊ ഒരു സമാധാനായി. ഇനി ദിവസവും സുപ്രഭാതം പോലെ രാവിലെ മുതൽ വഴക്കേൽക്കാലോ. അത് മതി. ഞാൻ വന്നത് നിനക്ക് ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. എന്താടാ ഞാൻ പോണോ? അമ്മേ സച്ചിയുടെ വെറുതെ തമാശക്ക് പറഞ്ഞല്ലേ. ഇനി ഇതിന്റെ പേരിൽ ദേഷ്യപ്പെട്ട് പണിക്ക് പോവല്ലേ ആന്റി? എല്ലാവർക്കും ഓർമ്മയില്ലേ അന്ന് ഞാൻ ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ട് എന്റെ വീട്ടിലേക്ക് പോയപ്പോ ആന്റി എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ ആന്റി അതേപോലെ പിണങ്ങി പോയില്ലേ? എന്താ ഉത്തരം മുട്ടി പോയ? ഞാൻ തിരിച്ചു വന്നപ്പോ ആന്റി പറഞ്ഞത് കേൾക്കാതെ പോയതിന് ആന്റി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിരുന്നില്ലേ? പക്ഷെ നിന്റെ അമ്മായിമ്മ വഴക്ക് പറഞ്ഞില്ലേ? അതുപോലെ അമ്മ ആരെങ്കിലും വഴക്ക് പറയണമെങ്കിൽ നാട്ടിൽ നിന്ന് അച്ഛമ്മ വേണം. അച്ഛമ്മയെ വിളിച്ചു വരുത്തണോ? ഞാനും സുധയും വിളിച്ചിട്ട് ആന്റി വന്നില്ല. ഇപ്പൊ എന്താ പെട്ടെന്ന് വന്നത്? അല്ല ചന്ദ്ര, എന്തുകൊണ്ട് ഇപ്പൊ പരാതിക്ക് പിൻവലിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നി? അത് പിന്നെ ഇവര് രണ്ടുപേരും ഇവളുടെ അമ്മയും അനിയനെയും കൂട്ടി എന്റെ അടുത്ത് വന്നായിരുന്നു. ചെയ്ത തെറ്റിന് ഇങ്ങനെ കൈ കൂപ്പി എന്നോട് ക്ഷമ ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യാന്? ഒരമ്മയുടെ മനസ്സല്ലേ എനിക്ക്. ഞാനങ്ങ് ഒരുങ്ങിപ്പോയി. പിന്നെ പെട്ടെന്ന് തന്നെ പരാതി പിൻവലിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. അച്ഛാ രേവതിയുടെ അമ്മയും അനിയനും ഒന്ന് ക്ഷമ വെച്ചപ്പോഴേ അമ്മയുടെ മനസ്സ് പൂ പോലെ വാടിപ്പോയി. അതുകൊണ്ടാ പരാതി പിൻവലിച്ച് ഇങ്ങോട്ട് വന്നേ. അല്ലമ്മേ അവരൊന്ന് ക്ഷമ ചോദിക്കുന്നതിന് മുമ്പേ അമ്മ സ്റ്റേഷനിൽ നിന്ന് പരാതി പിൻവലിച്ചില്ലേ? അത് ശരിയാണല്ലോ. അത് പിന്നെ രവിയേട്ടൻ വന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ആലോചിച്ചു. അപ്പൊ രവിയേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ പരാതി പിൻവലിച്ചു വന്നത്. അല്ല ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നിനക്ക് തോന്നി അല്ലേ? തോന്നി. അല്ല അപ്പൊ അന്ന് ഞാൻ വന്ന് പറഞ്ഞപ്പോ നിനക്ക് വരാൻ തോന്നിയില്ലല്ലോ? അത് പിന്നെ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്. മറ്റാരോ ചെയ്ത തെറ്റിന് ഞാനെന്തിനാ എന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്? അതുകൊണ്ടാ ഞാൻ പരാതി പിൻവലിച്ച് ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതെന്താ ഞാൻ വന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടായില്ലേ? ഞാൻ വരേണ്ടിയിരുന്നില്ലേ ഇപ്പൊ? ആന്റി മാറ്റി മാറ്റി പറയുകയാണല്ലോ. മാറ്റി പറഞ്ഞൊന്നുമല്ല, ഞാനിപ്പോ പറഞ്ഞത് തന്നെയാ പരാതി പിൻവലിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം. ഉറപ്പിക്കട്ടെ, ഇനി മാറ്റി പറയരുത്. അമ്മ ഇനി ഇതിന്റെ പേരിൽ അമ്മ ഈ വീട്ടിൽ നിന്ന് പിണങ്ങി പോവല്ലേ? അമ്മ ഭാമേന്റെ വീട്ടിൽ ചെന്നാ ഞാൻ അമ്മയെ കാണാൻ എന്ന് ഭാമേന്റെ വീട്ടിൽ വരേണ്ടി വരില്ലേ? അപ്പൊ എത്ര പെട്രോൾ കാശ് ചെലവാണെന്നറിയോ? ഇപ്പൊ തന്നെ ഒരുപാട് കാശ് ചെലവാ. അവര് പെട്രോൾ കാശ് ചെലവാതിരിക്കാൻ വേണ്ടിട്ടാ അമ്മയോട് പോകരുത് പറയുന്നേ. അല്ല അതുകൊണ്ട് മാത്രമല്ല അമ്മ ഇവിടെ പോകാതിരിക്കാനും കൂടെ വേണ്ടി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. രേവതി ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവരുടെ കുടുംബത്തിലുള്ള ആരും ഇനി വീട്ടിൽ വരരുത്. സച്ചേട്ടാ, അല്ല എന്റെ അമ്മ അനിയത്തി എന്ത് തെറ്റാ ചെയ്തേ? അവർക്ക് എന്നെ കാണും തോന്നില്ലേ? വിശേഷ ദിവസങ്ങളിലൊക്കെ അവരോട് വരണ്ടേ? വരണ്ട, അവരിനി ഈ വീട്ടിൽ വന്നു പോരുത്. അവർക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പം അവർ നിന്നെ അങ്ങോട്ട് വിളിക്കട്ടെ. അപ്പൊ നീ അങ്ങോട്ട് ചെന്നാ മതി. ചന്ദ്രേ, ആവശ്യമില്ലാതെ വീണ്ടും പ്രസംഗമൊന്നും ഉണ്ടാക്കരുത്. അവരുടെ മോൾ ഇവിടെ താമസിക്കുന്നേ. അവരോട് ഇവിടെ വരണമെന്ന് പറയാനായിട്ട് നിൽക്കുന്നല്ല, ആർക്കും അവകാശമില്ല. അവരിവിടേക്ക് വരും. അങ്ങനെയാണെങ്കിലേ അവര് വീടിന് വെളിയിൽ നിന്ന് ഇവിടെ കണ്ടിട്ട് പോകണം. വീടിനകത്ത് കയറാൻ പറ്റില്ല. അവരെല്ലാവരും ഈ വീട്ടിൽ വരും. രേവതിയെ വെളി വെച്ചല്ല, ഈ വീടിനകത്ത് വെച്ച് കാണും. വന്നിട്ട് എന്റെ കഴുത്തിലും കയ്യിലുള്ളതൊക്കെ നോക്കി വെച്ചിട്ട് ഞാൻ റോഡിലൂടെ പോകുമ്പോൾ അതെല്ലാം തട്ടിപ്പറിച്ചോണ്ട് ഓടാനല്ലേ? അതുകൊണ്ടാ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത്. ചന്ദ്രൻ, ഇങ്ങനൊന്നും പറയാൻ പോലും പാടില്ല. മനുഷ്യരുടെ കാര്യ. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരെ ഉപകാരപ്പെടാന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ചിലപ്പോ അവരെ ഉപകാരപ്പെടണമെങ്കിലോ? ഇവളുടെ കുടുംബം ഇവിടെ വന്നാലാ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം. ചന്ദ്ര, നീ വായടയ്ക്ക് നിർത്ത്. ഇതിനെക്കുറിച്ച് ഇനിയിപ്പോ ഒന്നും നീ സംസാരിക്കണ്ട. രേവതിയുടെ കുടുംബം എപ്പോഴെന്ന പോലെ ഇനി ഇവിടെ വരും. അല്ലെങ്കിൽ എന്റെ തീരുമാനം അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. എല്ലാം നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. അനുഭവിക്കുമ്പോ മനസ്സിലായിക്കോളും. അല്ല അതിരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുന്നു പറഞ്ഞിരുന്നല്ലോ. അതെന്തിനായിരുന്നു? അതിന്റെ ആവശ്യം എന്താ? നിനക്ക് പിണങ്ങി തോന്നുമ്പോ എവിടെയെങ്കിലും പോയി നിൽക്കാം. പിന്നെ എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോയാലെന്താ? ശരി, അത് വിട്. നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നു പറഞ്ഞില്ലേ?
അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഡിവോഴ്സ് എന്ന് പറയാൻ ഞാൻ അങ്ങനെ പറഞ്ഞു. അച്ഛാ ഡിവോഴ്സ് ഡിവോഴ്സ് അച്ഛാ അതിനിടയിൽ അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യാനും തീരുമാനിച്ചോ? അതും ഈ പ്രായത്തില്? എടാ കല്യാണം കഴിക്കാൻ മാത്രമേ ഇത്ര വയസ്സാവണമെന്നുള്ളൂ. ഡിവോഴ്സ് നമുക്ക് ഏത് പ്രായത്തിലും ചെയ്യാം. എന്നാലും പാവ എന്റെ അമ്മ. കറക്റ്റ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാ. 80 വയസ്സുള്ള ഒരാള് അവരുടെ വൈഫിനെ ഡിവോഴ്സ് ചെയ്തെന്ന്. 80 വയസ്സിലോ? അല്ല അങ്കിൾ അങ്ങനെ തീരുമാനിച്ചിരുന്നോ? കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് ജീവപര്യന്തം നിർവശിക്ഷ കിട്ടിയതാ. അത് അനുഭവിക്കാൻ തന്നെ തീരുമാനിച്ചു. വേറെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്റെ അച്ഛാ ഇനിയെങ്കിലും ഇങ്ങനൊന്നും വെറുതെ പോലും പറയല്ലേ. അമ്മ വീണ്ടും പിണങ്ങി പോകും. എനിക്കിനി പെട്രോളിന് വേണ്ടി ചെലവാക്കാൻ 5 പൈസ ഇല്ല. ഞാൻ ആകെ ടൈറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരു പെട്രോൾ ഒന്ന് നിർത്തണം. എല്ലാരും പോയി എല്ലാവരുടെ കരുന്നേക്ക് പോയി. ചെല്ലു എല്ലാരും ചെല്ലു. മാങ്ങാണ്ടി തലയൻ. മോളെ അച്ഛാ അച്ഛനൊരു ചായ ഇടരോ? ആ ഇപ്പൊ ഇട്ടേ അച്ഛാ. അമ്മയ്ക്ക് വേണോ? എത്ര നേരം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് ചോദിക്കുന്നത്. എനിക്ക് ചായ വേണം. തരാം അമ്മ. ഇനി പിണങ്ങി പോവോ? ഞാനല്ല അതിന് പിണങ്ങിയത്. നീയല്ലേ പിണങ്ങി? ഞാനാ. തോന്നുമ്പോ അങ്ങ് പോവാ അല്ലേ? ഇനി എന്നെ ഡിവോഴ്സ് ചെയ്യോ? നീ അങ്ങനെ ഒന്നും കാണിച്ചിട്ടല്ലേ ഞാൻ ഡിവോഴ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ അങ്ങനെ കാണിക്കില്ല. ഇപ്പൊ പറയും. എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു? അല്ല എങ്ങനെയാ വന്നത്? എങ്ങനെയാ വന്നതെന്നോ? ഞാൻ മെയിൻ ഡോർ വഴി വന്നു. സുധി വന്നതല്ല ചോദിച്ചത്. സുധിയുടെ അമ്മ എങ്ങനെ വന്നു? അയ്യോ അമ്മ മുൻവശത്തെ വാതിൽ വഴി വന്നു. അല്ലാതെ പിന്നെ ഏത് വഴി വരാൻ? കണ്ടത് നല്ല ഇടി വെച്ച് തരാനാ തോന്നുന്നത്. ശ്രുതി എന്താ പ്രശ്നം? നീ കാര്യം പറ. നമ്മൾ ചെന്ന് വരാൻ പറഞ്ഞപ്പോ ആന്റി വന്നില്ല. അങ്കിള് നേരിട്ട് കണ്ടു ചെന്ന് പറഞ്ഞപ്പോ പോലും വന്നില്ല. ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ വന്നു? അത് അമ്മ പറഞ്ഞല്ലോ. അച്ഛൻ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ അമ്മ നന്നായി ഒന്നിരുന്ന് ആലോചിച്ചു. അപ്പോ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അതാ അമ്മ വന്നത്. അതിനൊരു ചാൻസും ഇല്ല. ആന്റി കള്ളം പറയുന്നതാ. അങ്കിള് പറഞ്ഞിട്ടാ വന്നതെങ്കിലേ അങ്കിളിന്റെ കൂടെ അപ്പ തന്നെ വരായിരുന്നില്ലേ? അങ്കിള് പറഞ്ഞാലൊന്നും ആന്റി വരില്ല. ആന്റിയെ കണ്ടിട്ട് വരുമ്പോ അങ്കിൾ ആകെ ഡള്ളായിരുന്നു. ആന്റി അങ്കിളിനോട് എന്താ സംസാരിച്ചിട്ടുണ്ടാവാന്ന് അതിൽ നമുക്ക് ഊഹിക്കാലോ. ഇപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നു. അതിനിടയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും അമ്മ വന്നല്ലോ. അത് എന്നെ സന്തോഷം. അല്ല നീ എന്തിനാ ഇതിനെ കുറിച്ച് ഇങ്ങനെ റിസർച്ച് നടത്തുന്നത്? അമ്മ ഇവിടേക്ക് തിരികെ വന്നതിന് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അല്ല എനിക്കെന്ത് പ്രോബ്ലം? ആന്റി വന്നാലും ഞാൻ ഹാപ്പിയാ. പിന്നെ എന്തിനാ നീ അതിനെ കുറിച്ച് ആലോചിച്ച് തല പോയിക്കുന്നത്? അതങ്ങ് വിട്. അതെ നീ വന്നേ. നമ്മൾ ഇവിടെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ടല്ലേ. സച്ചി അത് വലിയ കഥയാക്കും. എനിക്കാണെങ്കിൽ എന്താണെന്നറിയില്ല. നല്ല വിശപ്പുണ്ട്. നീ വന്നേ. വാ. ഇതെങ്ങനെ വിടാൻ പറ്റും? രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് ഇങ്ങനെ വന്നു. പരാതി പിൻവലിച്ചു. ഇതിനൊക്കെ പിന്നിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ആന്റിയോട് ചോദിച്ചാൽ പറയില്ല. എന്താണ് നടന്നതെന്ന് ഭാമാന്റിക്ക് അറിയായിരിക്കും. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ഭാമാന്റി പറയും. നിങ്ങൾ എന്താ വൈകിയേ? നിങ്ങൾ പോയി ഒരു കുപ്പി വാങ്ങിട്ട് വാ. നമുക്ക് ഇന്ന് ആഘോഷിക്കണം. ഞാൻ പോയിട്ട് ശരത്ത് ജയിലിൽ പോകുന്നതിന് മുന്നേ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. 2 വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ചേട്ടനോട് ആരാ പറഞ്ഞേ അവൻ ജയിലിൽ പോയിന്ന്? പോലീസ് എനിക്ക് അടുപ്പക്കാരില്ലേടാ. ഇന്ന് അവനെ പൊക്കുമ്പോ കോടതിയിൽ ഹാജരാക്കുമെന്ന് പ്രശാന്ത് സാർ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അവനാരും പൊക്കിയിട്ടില്ല. അവനിപ്പോ അവന്റെ വീട്ടിൽ കാണും ബോസ്. എന്റെ ചേട്ടാ സച്ചിയുടെ അമ്മ അവനെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചു. അറിഞ്ഞോ? അവനെതിരെ കേസുമില്ല ഇപ്പൊ. അവൻ കുറെ കാലം ജയിലിൽ കിടക്കും. സച്ചി രേവതിയൊക്കെ ആ വീട് വിട്ട് പോകുന്ന ഞാൻ വിചാരിച്ചു. അതിനുവേണ്ടി ഇങ്ങനെ ഒരു പണി ഒപ്പിച്ച് 2 നടന്നില്ല. എല്ലാം വെറുതെയായി. ആ സച്ചി എന്തെങ്കിലും ചെയ്തു കാണും. അതാ അവന്റെ അമ്മ പരാതി പിൻവലിച്ച്. അവന്റെ അളിയനെ രക്ഷിച്ചല്ലേ. അവനുള്ള ശിക്ഷ കൊടുക്കണം ചേട്ടാ. അതേട്ടാ കൊടുക്കണം. അവസരം വരട്ടെ. വെയിറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ഇഷ്ടികളുടെ ഒന്നും ബലം പോയിട്ടില്ല. നമ്മൾ വാങ്ങിയതല്ലേ. നമുക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഇവർക്ക് കാവലാളാണ്. ഇതുപോലെ ഒരുപാട് ഇഷ്ടങ്ങൾ നമ്മൾ വാങ്ങും. നമ്മുടെ സ്വപ്നങ്ങൾ തേച്ചു പിടിപ്പിച്ച് അതൊരു മുറിയാക്കി മാറ്റും. ഇന്ന് എനിക്ക് ഒരുപാട് സമാധാനമുള്ള ദിവസം. ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കുറച്ച് കാശ് പോയാൽ എന്താ? എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചില്ലേ അല്ലെ സച്ചേട്ടാ? നമ്മൾ അവസാനിപ്പിച്ചു എന്ന് പറ. ശരത്തിന്റെ കാര്യം ഓർത്ത് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. ഇനി മനസ്സമാധാനത്തോടെ ഉറങ്ങാം. എനിക്കെന്തോ ഉറക്കം വരുന്നില്ല. സങ്കടം ഉണ്ടായി മാത്രമല്ല സന്തോഷം ഉണ്ടായാലും എനിക്ക് ഉറക്കം വരില്ല. പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാ. സച്ചേട്ടനെ പുലരുവോളം ആകാശം നോക്കി കിടന്നു. കിടക്കല്ലേ, ഉറങ്ങാൻ വരട്ടെ. ഈ ആകാശം നോക്കി അതിങ്ങനെ നോക്കി കിടക്കാൻ നല്ല രസമാണ്. രാത്രി ആകാശം കാണാൻ എന്തൊരു ഭംഗിയല്ലേ. എത്ര നക്ഷത്രങ്ങൾ മിന്നിത്തിറങ്ങി നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് ഈ നക്ഷത്രങ്ങളെല്ലാം താഴെ വീഴും. അപ്പോഴും ആകാശം അവിടെ തന്നെ കാണും. അതുപോലെ നമുക്ക് വളരാൻ വേണ്ടി നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്താൽ അത് ഇഷ്ടപ്പെടാതെ നമ്മൾ ഇന്ന് പലരും അടർന്നു പോകും. അപ്പോഴും നമ്മള് നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ചിരിക്കണം. മാറരുത്. ഈ ആകാശം നമുക്ക് തരുന്ന പാഠം അത്. സച്ചേൻ ഇത്രയും വലിയ തത്വജ്ഞാനിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞല്ല. എന്റെ കാറിൽ യാത്ര ചെയ്യുമ്പോ ഒരു ടീച്ചർ പറഞ്ഞതാ. ചെറുപ്പത്തിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ചുമ്മാ ഞാൻ നക്ഷത്രങ്ങൾ എണ്ണുമായിരുന്നു. എത്ര എണ്ണിയാലും തീരില്ല. പിന്നെ ആകാശത്ത് നോക്കി ഒരു പാട്ടും പാടി ഇങ്ങനെ അങ്ങ് ഇരിക്കും. അതേത് പാട്ടാ പാടുക? ഒന്ന് പാടി. വണ്ടർ വണ്ടർ എന്നാ അറിയുന്ന വേറെ ഏതെങ്കിലും പാട്ട് പാട്. പുത്തഞ്ചേരി സാറിന്റെ പാട്ട് പാടാതെ വേറെ പാട്ട് പാടാനാ? സാറിന്റെ പാട്ട് മനസ്സിലേക്ക് ഒഴുകി വരും ഈ ആകാശം കാണുമ്പോ. ഇനി ഇതൊക്കെ കാണുമ്പോ നിനക്ക് ഇത് പാട്ട് പാടാനാവുന്നേ? ഒരു പാട്ടും പാടാൻ തോന്നില്ല. സച്ചേട്ടൻ തന്നെ അങ്ങ് പാടിയാ മതി. പോട്ടെ, പാട്ട് പറഞ്ഞു. എനിക്ക് ഈ ആകാശം കാണുമ്പോ എന്താ തോന്നുന്നേ? എനിക്ക് എന്താ തോന്നുന്നു വെച്ചാ ആകാശത്തുള്ള ഈ നക്ഷത്രങ്ങളിൽ ചിലതൊക്കെ നല്ല തങ്ക കട്ടയായിട്ട് മാറി നമ്മുടെ മുമ്പിലേക്ക് വീണാ എങ്ങനെ ഇരിക്കും? നമുക്ക് അതൊക്കെ എടുത്ത് വിറ്റ് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാലോ? ഞാൻ നല്ല റൊമാൻറ്റിക് റൂട്ടിലേക്ക് വരുമ്പോഴാ നീ റൂട്ട് തിരിച്ചു വിടുന്നത്. അവളുടെ ഒരു കടം 2 കാറിന്റെ ലോൺ ഉണ്ടല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ലോണൊക്കെ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണ്ടേ? അതൊക്കെ എനിക്കറിയാം. രാവൊന്നും പകലൊന്നും ഇല്ലാതെ ഞാൻ കാർ ഓടിച്ച് ഞാൻ തന്നെ അത് പെട്ടെന്ന് അടയ്ക്കും. അയ്യോ, രാത്രി മുഴുവൻ കാറൊന്നും ഓടിക്കണ്ട. സച്ചേട്ടൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല. സച്ചേട്ടനെ എന്റെ അടുത്ത് തന്നെ വേണം.
കള്ളി മനസ്സിലായി. ഞാൻ അടുത്ത് തന്നെ വേണോ അല്ലേ? സച്ചിൻ ഉദ്ദേശിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദിവസവും കുറച്ചു നേരെങ്കിലും സച്ചിൻ എന്റെ കൂടെ ഇരിക്കണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെ. ഞാൻ വേറെന്തോ വിചാരിച്ചു. വിചാരിക്കും. അതെ, ഒന്നും വിചാരിക്കണ്ട.